സുഗതമീ നാളിൽ പ്രണയശലഭങ്ങൾ. ഇപ്പൊ ദേഷ്യം വരുമ്പോ രണ്ടൊരു പാട്ട് പാടല, മൈൻഡ് ഒന്ന് കൂളാക്കുക. ഇത് ചിഞ്ചു, ഇത് മഞ്ജു, ഇത് കുഞ്ചു, ഇത് പിഞ്ചു, ഇത് ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പ്രസവ ശുശ്രൂഷ കേന്ദ്രത്തിലെ 2ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാനൊന്ന് നാട്ടിൽ വരെ പോവാണ്. നമ്മളെ വണ്ടി നാട്ടിൽ നിന്ന് എടുത്തോണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ വിട്ടു പോകുമ്പോൾ ഒരു സങ്കടം. കുഞ്ഞിനെ ഒന്ന് എടുക്കട്ടെ അല്ലേ, കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ട് പോവാ. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഗ്യാസ് കട്ടാണ്, അത് കഴിയട്ടെ. ഇങ്ങനെ നമ്മളിറങ്ങാണ്ട് അതെ. ഈ ടർക്കി ഇങ്ങനെ കറക്റ്റ് പൊതിയുന്ന ഇതുവരെ പഠിച്ചില്ല കേട്ടോ. നമ്മൾ പൊതിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നുണ്ട്. അതൊന്ന് പഠിക്കണം. എളുപ്പത്തിൽ പഠിക്കാനാണ് വഴി. അത് നമ്മള് ഇളക അല്ലാണ്ട് കുഞ്ഞിനെ ഇളക്കരുതല്ലോ. അല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളെ പഠിപ്പി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇവിടുന്ന് ഡോക്ടറെ കാണിച്ചു തന്നെ, ലാസിമ ഡോക്ടർ. ഇങ്ങനെയാണ് കുഞ്ഞിനെ എടുക്കേണ്ടതെന്നേ. ഇങ്ങനെ നമ്മളെ കുഞ്ഞിൻ്റെ വയറ് നമ്മളെ വയറിനോട് ഇങ്ങനെ ചേർന്നിട്ട് ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതുപോലെ എടുത്താവേ വലിയ കരച്ചിലൊക്കെ വരും. ഈ പാലൊക്കെ പഠിച്ചു പറഞ്ഞായില്ലേ? നാളെ കാണാം. അപ്പോൾ കുഞ്ഞിനെ കിടത്തി. അപ്പോൾ ഞാനിനി പോവുകയാണ്. പിന്നെ പോവാണ്ട് വേഗം പോയിട്ട് വരണം, വണ്ടിയൊക്കെ എടുത്ത് വരണം ഇൻഷാ അല്ലാഹ്. പിന്നെ കുറേയൊക്കെ ഭയങ്കര റിലാക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഇതൊക്കെ നോർമൽ പ്രോസസ്സാണ്. എനിക്ക് കുറേ ടെൻഷൻ അടിക്കും. കുഞ്ഞൻ തുമ്മിയാലും കുഞ്ഞനൊന്ന് എന്തെങ്കിലും ഒരു ഇട്ടിട്ടാലും നമുക്ക് ടെൻഷൻ അടിക്കും. ഇതൊക്കെ നോർമലാണ്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യ കുഞ്ഞുമല്ലേ. അപ്പോൾ എല്ലാ വീടുകളിലും ഇതൊക്കെ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്തെ ടെൻഷൻ അടിച്ച് കഴിഞ്ഞു, ചെറിയ ഇത് വരും ഹോസ്പിറ്റലിൽ ഓർഡർ ചെയ്യുന്ന ബാക്കി എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കോമൺ ആണ്. അടുത്തതിനൊക്കെ എന്തായാലും ഇൻഷാ അല്ലാഹ് റെഡിയാവുമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനെന്നാലും നാട്ടിലേക്ക് പോട്ടെ. ഇവിടുത്തെ വീട് ഹോം ടൂറൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഈറ്റാ നമുക്ക് പുരയിൽ വാങ്ങണല്ലേ ഊഞ്ഞാല്.
ഈറ്റ ഒരു ഊഞ്ഞാല് വീട്ടിൽ വാങ്ങണം. ആ പള്ളി പോണോ, ഞാൻ നാട്ടിലേക്കും പോണം. ഞാൻ ഇപ്പൊ ഇറങ്ങിയതാ, ബൈക്ക് ആണെങ്കിലും പള്ളിക്ക് കയറാൻ. ഇവിടെ അടുത്ത് പള്ളി ഉണ്ടാ? ആ നിങ്ങളെവിടെയാ പോന്നെ? അല്ല എനിക്ക് ചെറിയൊരു വീഡിയോ എടുക്കാനുണ്ട്. ഓല് വന്നിട്ട് അതിന് ഓലെ വെയിറ്റ് ചെയ്യാ. അപ്പൊ ഇത് ഇവിടുത്തെ ഡോക്ടറാണ്, ഡോക്ടർ നാജിയ. പിന്നെ എൻ്റെ മുഖമെല്ലാം ഫുൾ മഞ്ഞ കളറായിക്കല്ലോ. ഡോക്ടർ ഇവിടെ പിന്നെ ആണുങ്ങൾക്ക് ഫേഷ്യൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഇല്ല, നമ്മൾ ഫീമെയിൽസിലാണ് കോമൺലി ഫോക്കസ് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ ആ ഒരു ആഗ്രഹം അവിടെ അല്ലേ, ഒന്ന് വെളുത്തിട്ട് പോവാന്ന് ഉള്ളത് അവിടെ. അപ്പൊ ഒരു റീൽ എടുക്കാൻ വേണ്ടി ഇവിടെ എല്ലാരും ഇവിടെ ഇരിപ്പിച്ചാണ് കേട്ടോ. ഇത് ചിഞ്ചു, ഇത് മഞ്ജു, ഇത് കുഞ്ചു, ഇത് പിഞ്ചു, ഇത് അല്ല നമുക്ക് അടുത്തതിന് തിരിച്ചു കൊടുക്കാം അല്ലേ, അടുത്ത വീഡിയോയിൽ തിരിച്ചു കൊടുക്കാം. അപ്പോൾ മിന്നു ഹാപ്പിയാണ് കേട്ടോ. ഇവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. ഇപ്പം എല്ലാവരും ഓക്കെ ആണ്. ഇപ്പം ഡോക്ടർ ആയാലും നല്ല വൈബിളുള്ള ആൾക്കാരാണ്. എന്ത് പൊറിഞ്ചു റീലിന് സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. എല്ലാവരുടെയും 2 കണ്ണും ആ റൂമിലേക്ക് വേണം കേട്ടോ. ഓക്കെ, പിന്നെ അടാക്കി ഞാൻ പോയി വരാം കേട്ടോ. ഞാൻ പോട്ടെ, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇല്ല, നമുക്ക് ഹോം ടൂർ വേറെ ചെയ്യാം ഇതിൻ്റെ അല്ലേ. കറക്റ്റ് സമയത്ത് തന്നെ KSRTC ബസ് കിട്ടി. ഞാനങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം ഇന്ന് അവിടെ ബിരിയാണി ആയിരുന്നു. ചോറ് തിന്നാണ്ട് ഇറങ്ങിയത് ഒരു അമളിയായിപ്പോയിട്ടോ. ബിരിയാണി ആണെന്ന് ഞാൻ അറിയൂലേനു. അടുത്ത വെള്ളിയാഴ്ച എന്തായാലും കൂട്ടിപ്പിടിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നാട്ടിലിറങ്ങിയത്. എന്തോ ഇതായിട്ട് ഞാനൊരു ബിരിയാണി വാങ്ങി തിന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി നാട്ടിലേക്കുള്ള ബസ് കയറി നേരെ മിന്നുവിൻ്റെ അവിടെ പോയി അവിടുന്ന് കാർ കൊടുത്ത് നേരെ നമ്മളെ പുല്ലാളൂരിലേക്കുള്ള വീട്ടിലേക്ക് ഞാൻ പോയിട്ടോ. അപ്പോൾ യാത്ര ചെയ്ത് നമ്മളിങ്ങനെ ഇവിടെ എത്തി. ഇന്നലെ രാത്രി ആണ് ഞാനിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മളെ മെയിൻ ഉദ്ദേശം വണ്ടി എടുത്ത് പോകാനാണല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പുരയിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞു മക്കളെ ഇവിടെ കറണ്ടില്ല. ഞാൻ വിചാരിച്ച് ബ്രേക്കർ കാണാതാന്ന് വിചാരിച്ചിട്ട് അപ്പുറം ചെന്ന് ബ്രേക്കർ നോക്കി. അതെല്ലാം ശരിയാ, കറണ്ട് മീറ്ററിൽ കിട്ടുന്നേ ഇല്ല. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തിരിച്ചെല്ലാം നോക്കി, കറണ്ട് കൊന്നിട്ട് വരുന്നില്ല. ഉറങ്ങിക്കോന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഒരു ഇളങ്കാറ്റ് അടിച്ചപ്പോൾ ഇങ്ങനെ വേർത്ത് നിൽക്കുന്ന ശരീരത്തിൽ തട്ടുമ്പോൾ ഒരു തണുപ്പ് വരുമല്ലോ. ആ തണുപ്പിൽ കടന്നിട്ട് ലേശം ഒന്ന് ഉറങ്ങി, അതേ ഉള്ളൂ. ഏതെങ്കിലും AC ഉള്ള പുരയിലേക്ക് പോവുക. ഞാൻ മിന്നുവിൻ്റെ അവിടെ AC ഉണ്ട്. പിന്നെ താഴെ ഇപ്പോൾ പാപ്പാനോട് AC ഉള്ള റൂമിലൊന്ന് കിടന്നോട്ടെ എന്ന് ചോദിച്ചാൽ സമ്മതിക്കുമല്ലോ. ശരിയായ സീനായിപ്പോയി കേട്ടോ ഇവിടുത്തെ അവസ്ഥ. എല്ലാം കഴിഞ്ഞല്ല അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം, ഒരു മാസത്തോളം ആടെയും കൂടെ നിന്നിട്ട് വരുമ്പോഴത്തെ ഇവിടെ മൊത്തം പെയിൻ്റ് അടിക്കണം. എന്തെല്ലാം പണി, ഇവിടെ വയറിങ് എല്ലാം അഴിച്ചു പണി നടത്തേണ്ടി വരും. എന്തെന്നാലേ കറണ്ടും ഇല്ല, ബാത്റൂമിലെല്ലാം തവള. സീന നോക്കണം. നമ്മൾ കഴിഞ്ഞതിന് നല്ലോണം പിന്നെ പുല്ലെല്ലാം ചെത്തി സെറ്റാക്കി പോയല്ലേ. ഇപ്പം കാണാം ഇവിടുത്തെ കോലം. ചിലവാ അത്രയൊക്കെ അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും ലേശം പുല്ലുണ്ട്. പിന്നെ നമ്മൾ ഒരത്ഭുതം ഇവിടെ സംഭവിച്ചു കേട്ടോ. ഈ സൈഡിൽ കഴിഞ്ഞ വീഡിയോയിലും കണ്ടിനിതാ കറമൂസ് എമലി കാഴ്ചക്കുണ്ട്. കറമൂസ് അങ്ങനെ വലുതായിക്ക്, കറിവേപ്പിലയും ആടുന്ന് തരക്കേടില്ലാണ്ട് അങ്ങനെ ഉണ്ട്. എന്തായാലും ഇപ്പം കറണ്ടിൻ്റെ ഇപ്പം ഇതെന്തെന്നാ ഇപ്പം ചെയ്യുക. KSEB വിളിക്കുവാനല്ല പറയുന്നത്. ഇതെല്ലാം മാറ്റണം, എന്തെന്നാ ചെയ്യാം. ഇന്നും ഇതെല്ലാം കണ്ട ഇപ്പം ബോധം കെടും. KSEB വിളിച്ചു നോക്കാം. വേറൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ. നമ്മളെ റമീസ്, മിന്നുവിൻ്റെ അനിയന്, പത്രത്തിലുണ്ടോ എൻ്റെ ഫോട്ടോ വന്നിക്ക്. അവന് പഞ്ചഗുസ്തിയിൽ മെഡൽ നേട്ടവുമായി ആദിൽ റമീസും മുഹമ്മദ് റാനിഷ് റമീസിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അതുപോലെ 2 മനോരമ പത്രത്തിൽ ഫോട്ടോ അടക്കം വന്നിക്ക്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് ഓന് പിന്നെ പഞ്ചഗുസ്തിയിൽ ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ സ്കൂളിൽ നിന്നുള്ള അനുമോദനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ഫോട്ടോ ഒക്കെ
ഗ്രൂപ്പിലൊക്കെ വന്നിനു. പക്ഷേ അത് നമ്മളെ വീഡിയോ പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലേനു. അപ്പോൾ എന്തായാലും ഒരു സന്തോഷം അല്ലേ. പഞ്ചഗുസ്തിയിൽ അവന് ഫസ്റ്റ് കിട്ടി. മാഷാ അല്ലാഹ് ഒരുപാട് ഉയരത്തിലെത്തട്ടെ. ഒരുപാട് കഴിവുള്ള മോനാണ്. ബിസിനസ് കാര്യങ്ങളെല്ലാം ഈ ചെറിയ വയസ്സിൽ ചെയ്തിട്ട് സമ്പാദിക്കണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡുള്ളൊരു മോനാണ്. വലിയ ഉയരത്തിലെത്തട്ടെ എന്തായാലും. അപ്പം ഞാനെന്നാൽ എന്തെന്നാ ഇപ്പം തൊണ്ട വരളുന്ന് അല്ല വരളുന്ന് വെള്ളത്തിന് അയച്ചിട്ട് ഇവിടുന്ന് ഒരിറ്റ് വെള്ളം കുടിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോൾ പൈപ്പ് തുറന്ന് പൈപ്പിൽ വെള്ളം കുടിച്ചുകൂടാലോ. ഞാൻ താഴത്തെ പോട്ടെ ഇല്ല കലേച്ചീൻ്റെ അവിടെ പോയിട്ട് എന്താ കുടിക്കട്ടെ. അവിടെ ആളില്ലല്ലോ, ചെന്ന് നോക്കണല്ലേ. താഴെ പോവുക. കുറച്ച് അധികം നേരം ഉറങ്ങണമെന്നെല്ലാം വിചാരിച്ചതിന് ഒന്നും നടന്നിട്ടില്ല. മക്കൾ എന്തേ തിന്നട്ടാ പോയിട്ട് ഹോട്ടലിലാറ്റാൻ പോയിട്ട് താഴെ ഒന്നും പോയാൽ ഇപ്പം സമയം 11:30 ചോറ് വെക്കുന്നുണ്ടാവില്ല. ചായ എല്ലാം തീർന്നു. ഞാൻ വന്നതുപോലെ അറിയാമല്ലോ. ഉമ്മ അറിഞ്ഞിട്ട് രാവിലെ തുടങ്ങുന്നതിന് വിളി വന്ന ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും പുറത്ത് പോയി ഫുഡ് കഴിച്ച് എന്നിട്ട് എന്തെന്നാ ഇപ്പോൾ ചെയ്യുക, ഒരു വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. എന്നിട്ട് ലേശം ഒന്ന് ഉറങ്ങുകയും വേണം, എന്നിട്ടേ ഞാൻ പോവുള്ളൂ. കാരണം നല്ലോണം ഉറങ്ങി പോകണം. ഇവിടെ വന്ന് എനർജി ഇല്ലാണ്ട് അവിടെ പോയിട്ട് അവിടെ നമ്മൾ കുഞ്ഞിനെ നോക്കുകയൊക്കെ വേണ്ടല്ലോ. എനർജി ഇല്ലാണ്ട് അവിടെ എത്തിയിട്ടൊരു കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങളെല്ലാവരും കുഞ്ഞിൻ്റെ മുഖമൊന്ന് കാണിച്ചാൽ ഞങ്ങൾ ഇനി വീഡിയോ കാണൂല എന്നൊക്കെ പറഞ്ഞ കണ്ടിക്ക് നിങ്ങൾ കാണിച്ചു തരാണ്ട് പിന്നെ ആയിരിക്കും കാണിച്ചു തരാം. അടുത്ത വീഡിയോ കുഞ്ഞിൻ്റെ ഫേസ് റിവീലായിരിക്കും കേട്ടോ. ഇത് ഓൾറെഡി എടുത്തു പോയതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ എല്ലാം കണ്ടിട്ട് എനിക്ക് ഭയങ്കര നിങ്ങളെ അങ്ങനെ കാണിച്ചു തരാണ്ട് അങ്ങനെ നിന്നൊന്നല്ല, കുറച്ചൊന്നും ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓരോരുത്തരൊക്കെ അങ്ങനെ കാണിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ കുറച്ചൊരു ദിവസം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും പ്രസവ ശുശ്രൂഷ കേന്ദ്രത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ഇപ്പം നമ്മൾ ഹാപ്പിയാണ്, മെൻ്റലി ഒക്കെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഇപ്പോൾ ഓക്കെയാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അടുത്ത വീഡിയോ എല്ലാവരും കാണട്ടോ. എനിക്ക് കണ്ടില്ല എന്ന് ആരും പറയരുത്. ഇവിടെ ഇപ്പം ചാവി വെച്ചിരിക്കുന്നു, കാണുന്നില്ല. സുഗതമീ നാളിൽ പ്രണയശലഭങ്ങൾ ഇപ്പം ദേഷ്യം വരുമ്പോൾ രണ്ടൊരു പാട്ട് പാടല മൈൻഡൊന്ന് കൂളാക്കുക. പേരാത് പിടിക്കുന്നുണ്ടല്ലോ പയിച്ചിട്ട് കണ്ണും കാണുന്നില്ല. ആവശ്യമില്ലാത്ത ഈ ചാവി എന്നാലതടി ഞാൻ വെച്ച പടച്ച തമ്പനാണ്. നേരെ ഇല്ലാത്തേരെ ഇതെന്ത് ഇങ്ങനുണ്ടോ? ഇല്ല എന്നാലും അങ്ങനെ കാണണ്ടായി പോവല്ലേ. ഇപ്പൊ എടുത്തതാ, തമാശ കളിക്കല്ലേ. എന്നായിക്കോട്ടെ, നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഞാൻ ഒന്ന് തപ്പട്ടത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.